ബ്രാഹ്മണ മതത്തിന്റെ പ്രധാന കാതൽ എന്ന് പറയുന്നത് കർമ്മ തിരിച്ചടിക്കുമെന്നുള്ളതാണ്. കാരണം കർമ്മ തിരിച്ചടിക്കാതിരിക്കണമെങ്കിൽ ബ്രാഹ്മണ സമൂഹങ്ങളെ ദൈവത്തിന്റെ പ്രതിപുരുഷരായി തന്നെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ റെസ്പെക്റ്റ് കൊടുക്കുകയും അല്ല എങ്കിൽ അവർക്ക് ദോഷകരമായി എന്തെങ്കിലും ചെയ്താൽ ബ്രാഹ്മണ ശാപം ലഭിക്കുകയും ചെയ്യും എന്നുള്ള മനുസ്മൃതിയുടെ വാദം ഈ ജനാധിപത്യം വന്നു കഴിഞ്ഞിട്ട് പോലും ഇവിടുന്ന് തൂത്തുമായ്ക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ 4% മാത്രമുള്ള ഈ സമൂഹങ്ങൾക്ക് വളരെയധികം പ്രിവിലേജ് ഇവിടെ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവവുമായി സാധാരണ മനുഷ്യർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവില്ല. കാരണം സാധാരണ മനുഷ്യർ തെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ഒക്കെ അവർ പലപ്പോഴും സത്യസന്ധതയില്ലായ്മ കാണിക്കുന്നുണ്ട്, പലപ്പോഴും ക്രൂരമായ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ ദൈവവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായി ദൈവം തന്നെ ഉണ്ടാക്കിയെടുത്ത പ്രതിപുരുഷരാണ്. അതും വിരാട് പുരുഷന്റെ മുഖത്തു നിന്നും ഉണ്ടായിട്ടുള്ള സമൂഹങ്ങളാണ് ബ്രാഹ്മണർ എന്നുള്ള ഒരു കഥയാണ് ഇവിടെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നത്. ബുദ്ധ ധമ്മയുടെ പോപ്പുലാരിറ്റിക്ക് മുൻപ് ഇവരൊക്കെയും മാംസാഹാരികളായിരുന്നു. പക്ഷെ ബുദ്ധ ധമ്മ ഇവിടെ പോപ്പുലറായി വന്ന സമയത്ത് അതിനെ മറികടക്കുവാൻ വേണ്ടി പിൽക്കാലത്താണ് അവർ വെജിറ്റേറിയനിസം സ്വീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഭക്ഷണ രീതിയിലും ജീവിത രീതിയിലും ഒരു പ്രത്യേക രീതി അവർ ഉണ്ടാക്കിയെടുക്കുകയും സ്വയം മഹത്വമുള്ള മനുഷ്യരാകുവാൻ വേണ്ടി തന്നെ വെജിറ്റേറിയൻ ഫുഡ് ശീലമാക്കുകയുമൊക്കെ ചെയ്തതാണ്. അത് തരത്തിനനുസരിച്ച് അവർ മാറ്റുകയും ചെയ്യുന്നുണ്ടെന്നുള്ളത് മറ്റൊരു സത്യം. കാരണം ബംഗാളിൽ ഈ പറയുന്നത്ര, കാരണം അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ട് തന്നെ അധികം വെജിറ്റേറിയൻ ഫുഡ് ലഭിക്കാത്തത് കൊണ്ട് അവിടെ അവർ മത്സ്യം ഉപയോഗിക്കുന്നുണ്ട്. കാരണം അവിടെ അത് വളരെ സുലഭമാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്തു, മത്സ്യത്തെ ജലപുഷ്പമായി കരുതിക്കൊണ്ട് അവരത് കഴിക്കുകയും ചെയ്യുന്നുണ്ട്.